எல்லாம் நல்லபடியா நடக்கணும். ഒന്ന് പോന്നേ. ഇപ്പൊ ഇതങ്ങ ട്രെൻഡ്. എന്നോട് പറഞ്ഞിട്ടുള്ള നിനക്കുള്ള അച്ഛനാങ്ങളമാര് ഇവിടെ ഭയങ്കര പൊന്നിത്ര ശല്യം. ഞാൻ പോട്ടെ. എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. തലവലിക്കതേ അമ്മ. വന്നൊന്ന് ഭയങ്കര വളിപ്പാണ് കേട്ടാ. നീ ഒന്ന് മാറിപ്പോയാണൊന്ന്. അത് തിരക്കടല്ലോ. ഒരാളൊരു വഴിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങാ. കണ്ണു സവക്കാണ്, തല്ലു തുടിക്കാണ്, ഋത്തിയൂരിക്കാണ്, രാജഹരിക്കാണ്, നാടിനെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ബൈ, ഗുഡ് ബൈ. ഈ കുഞ്ഞിനെ പോലെയുള്ള സാധു കുഞ്ഞുങ്ങളെയാണ് ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊല്ലുന്നത്. നമ്മൾക്ക് ഇതിന്റെ ആവശ്യമില്ല. കുട്ടാ, അവനവന്റെ കാര്യം പറഞ്ഞ പോരെ. അഹിംസ ഒരു ചണ്ണാക്കിലേക്ക് തള്ളുമ്പോ അഹിംസ ഒന്നുമില്ലല്ലോ. അപ്പൊ ജീവനില്ലല്ലോ. വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? അച്ഛൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തെണ്ടി നടക്കുക. ഒരു പണിയും ഇല്ലാണ്ട് വെറുതെ അങ്ങ് നടക്കുക. മുഖത്തെന്താ ഭാഗ്യരേഖ പോലൊരു പാട്? നാക്ക് പിടിക്കാൻ നേരത്തെ ഈർക്കിലും ഉണ്ടാതാണേ. അപ്പൊ തൊലിക്കെട്ടി തീരെ കുറവാണല്ലേ? ഈ കേരളത്തിലെ ഈ പച്ചപ്പും ഈ ഊഷ്മളതയും വേറെ എവിടെ കിട്ടും എനിക്ക്? വേറെ എവിടെ കിട്ടും? മുംബൈയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. ഊഷ്മളത ബ്രോ, ദാറ്റ്സ് വാട്ട്സ് അപ്പ്. ഊഷ്മളത. തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ മാനസിക നില തകരാറിലായിരുന്നു. ഇല്ലെന്ന് എന്റെ ഓർമ്മ അല്ലേ? എങ്കിൽ ഇപ്പൊ നോർമൽ അല്ല. 2024 ഒറ്റവാക്കി പറയാമോ? 2024 ഒറ്റവാക്കി പറയാം. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ. കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ അങ്കിൾ. അതെ, വരണമെന്നില്ല.